നിഗൂഢതകളാൽ ചുറ്റപ്പെട്ട ഒരു ഗ്രാമം. നേരം ഇരുട്ടി വെളുക്കുന്നതിന് മുൻപ് അപ്രത്യക്ഷരായ ജനങ്ങൾ. അവർ എവിടെ പോയെന്നോ അവർക്കെന്ത് സംഭവിച്ചെന്നോ ആർക്കും അറിയില്ല. ഇത് ഇന്ത്യയുടെ പ്രേതഗ്രാമം എന്നറിയപ്പെടുന്ന കുൽധാര. രാജസ്ഥാനിലെ ജയ്സാൽമീറിനടുത്ത് സ്ഥിതി ചെയ്യുന്ന കുൽധാര ഒരു കാലത്ത് പലിവാൾ ബ്രാഹ്മണർ താമസിച്ചിരുന്ന സമ്പന്ന ഗ്രാമമായിരുന്നു. എന്നാൽ ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ ഏകദേശം 200 വർഷങ്ങൾക്ക് മുൻപ് കുൽധാരയിലെയും അയൽഗ്രാമങ്ങളിലെയും മുഴുവൻ ജനങ്ങളും ഒറ്റ രാത്രി കൊണ്ട് അപ്രത്യക്ഷരായി. കുൽധാരയുടെ നിഗൂഢതയെ ചുറ്റിപ്പറ്റി നിരവധി ഐതിഹ്യങ്ങൾ പ്രചാരത്തിലുണ്ട്. അതിലേറ്റവും പ്രചാരത്തിലുള്ള ഐതിഹ്യമാണ് ഭരണാധികാരി സലീം സിംഗും ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള ശപിക്കപ്പെട്ട പ്രണയകഥയും. ജയ്സാൽമീറിലെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന സലീം സിംഗ് ഗ്രാമത്തലവന്റെ മകളിൽ ആകൃഷ്ടനായി. എങ്ങനെയും ഗ്രാമത്തലവന്റെ മകളെ വിവാഹം കഴിക്കണമെന്ന് അതിയായി ആഗ്രഹിച്ച സലീം സിംഗ് വിവാഹ അഭ്യർത്ഥനയുമായി ഗ്രാമീണരെ സമീപിച്ചു. എന്നാൽ ഗ്രാമീണർ അദ്ദേഹത്തിന്റെ ആവശ്യം നിരസിക്കുകയായിരുന്നു. ഇതിൽ ക്രുദ്ധനായ ഭരണാധികാരി മകളെ വിവാഹം കഴിച്ചു നൽകിയില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ നിങ്ങൾക്ക് താങ്ങാൻ സാധിക്കുന്നതിലധികമായിരിക്കുമെന്ന് പറഞ്ഞ് ഗ്രാമീണരെ ഭീഷണിപ്പെടുത്തി. എന്നാൽ ഗ്രാമീണർ സലീം സിംഗിന്റെ ഭീഷണിക്ക് വഴങ്ങാൻ ഒരുക്കമല്ലായിരുന്നു. അങ്ങനെ അവർ ആ തീരുമാനമെടുക്കുന്നു. സലീം സിംഗിന്റെ ക്രൂരതയിൽ നിന്ന് തങ്ങളുടെ കുടുംബങ്ങളെയും ഗ്രാമത്തലവന്റെ മകളെയും സംരക്ഷിക്കുന്നതിനായി അവർ എല്ലാം ഉപേക്ഷിച്ചു പോയി. എന്നാൽ ഗ്രാമം ഉപേക്ഷിച്ചു പോകുന്നതിന് മുൻപ് അവർ ആ ഗ്രാമത്തിനു മേൽ ശാപത്തിന്റെ അമ്പുകൾ എയ്തു. ഇനി ഒരിക്കലും ഇവിടെ ജനവാസം ഉണ്ടാകില്ല. ഇതെല്ലാം ഒരു ഐതിഹ്യമായി തുടരുമ്പോഴും ഈ ശാപത്തിന് ശേഷം കുൽധാരയിൽ ജനവാസം ഉണ്ടായിട്ടില്ല. അതിന് ശ്രമിച്ചവരാകട്ടെ അമാനുഷിക പ്രവർത്തനങ്ങളെ ഭയന്ന് പലായനം ചെയ്യുകയായിരുന്നു. ഇന്നും നിഗൂഢതകൾ ഉള്ളിലൊളിപ്പിച്ച് കുൽധാര ജനവാസമില്ലാതെ തുടരുന്നു.